Welcome back to Learn Psychology in Malayalam. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പിയാഷേൻ്റെ തിയറിയുടെ കീ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. നമ്മൾ ഈ ഒരു തിയറി എഴുതുമ്പോൾ അല്ലെങ്കിൽ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എഴുതുമ്പം നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് എഴുതേണ്ട ഏരിയാസാണിത്. അതുപോലെ തന്നെ ഇത് 1 മാർക്കും 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കീ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് പിയാഷെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിയുടെ അഡൾട്ട്ഹുഡ് വരെ ആ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളതാണ് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് 4 സ്റ്റേജസ് ആയിട്ട് ഓർഡറിൽ നടക്കുന്ന സീക്വൻഷ്യൽ സ്റ്റേജസ് ആയിട്ടാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്റ്റേജസിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ ഉണ്ട്. അതായത് ഇൻഫാൻസിയിൽ തിങ്ക് ചെയ്യുന്ന പോലെയല്ല ഒരാൾ എന്ത് ചെയ്യുന്നത്, ടീനേജിൽ തിങ്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അഡൾട്ട്ഹുഡിൽ തിങ്ക് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. അപ്പം ഇൻഫാൻസി തൊട്ടിട്ട് ഒരാളുടെ അഡോളസൻസ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് വരെയുള്ള തോട്ടിലെ സീക്വൻഷ്യൽ സ്റ്റേജസ് ആണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്, പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് ടു ലേണിംഗ്. പിയാഷയുടെ തിയറിയിൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ചാണ് പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളത്. കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? നമ്മളൊരു സംഭവം കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അതായത് നിർമ്മിക്കുകയാണ് അല്ലേ. അപ്പം ഇവിടെ പറയുന്നത് കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള ഇൻഫോർമേഷൻ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്, അവർ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അത് പഠിക്കുന്നത്. ഓരോ ഒബ്ജക്ട്സ് അത് ടച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഓരോ ഒബ്ജക്ട്സ് എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്, ഹാർഡ് ഒബ്ജക്ട്സ് ഏതാണ്, സോഫ്റ്റ് ഒബ്ജക്ട്സ് ഏതാണ്, ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ ആരും അങ്ങോട്ട് ചെയ്യുന്നില്ല, പഠിപ്പിച്ച് കൊടുക്കുന്നില്ല. അവർ തന്നെ എക്സ്പ്ലോർ ചെയ്ത് വീണും എണീറ്റും തെറ്റിയും ശരിയാക്കിയും ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം ഇതിനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. കുട്ടികൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന നോളേജാണ്. അതുകൊണ്ട് തന്നെ പിയാഷെ കുട്ടികളെ പറഞ്ഞിട്ടുള്ളത് ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്നാണ്, ചെറിയ ശാസ്ത്രജ്ഞർ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സ്കീമാസ്. സ്കീമാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ സ്കീമാസ് ഇല്ലേ? ഉണ്ട്. കുട്ടികൾക്ക് സ്കീമാസ് ഇല്ലേ? ഉണ്ട്. സ്കീമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്, ആ ഒരു ഫ്രെയിം വർക്കിനെയാണ് സ്കീമാസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻഫാൻസിയിൽ നിന്നും ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്ന ആൾ, ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസൻസിലേക്ക് എത്തുന്ന ആൾ, അപ്പോൾ അവരുടെ സ്കീമാസിൻ്റെ നമ്പർ എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു ചൈൽഡ്ഹുഡിലുള്ള ഒരാൾക്കുള്ള സ്കീമാസിലേറെ നോളേജും കാര്യങ്ങളും ആർക്ക് ആവശ്യമുണ്ട്, അഡൾട്ട്ഹുഡിലുള്ള ആൾക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കീമാസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അത് ഗ്രോയിങ് ഇൻ നമ്പറാണ്. അതുപോലെ തന്നെ എനേബിളിങ് ഡീപ്പർ വേൾഡ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് എത്രത്തോളം സ്കീമാസ് എത്രത്തോളം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ കഴിയുന്നുണ്ട്, അത്രത്തോളം നമുക്ക് വേൾഡിനെ ഡീപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂ ഇൻഫോർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ്. അതായത് നമ്മൾ പുതിയ ഇൻഫോർമേഷൻസ് പഠിച്ചെടുക്കാറില്ലേ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂ ഇൻഫോർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്കീമയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ഇൻഫോർമേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ഓൺ ചെയ്യാണ് എന്നുള്ളത്. ഇത് നമുക്കൊരു പിക്ചർ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇവിടെ നമ്മുടെ മെയിൻ ക്യാരക്ടർ വരുന്നത് ഈ ഒരു ഗേൾ ചൈൽഡാണ്. ഇതിലൊരു പിങ്ക് ടോപ്പ് ഇട്ട കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ട്, ഒരു പെറ്റ് ഉണ്ട്, പെറ്റ് ഡോഗ് ഉണ്ട്. ആ ഡോഗിനെ ആ കുട്ടി വിളിക്കുന്നത് ഡോഗി എന്നാണ്. ഓക്കെ, അപ്പം ആ 4 ലെഗുള്ള ആ പെറ്റിനെ ഡോഗി എന്ന് വിളിക്കുമ്പോൾ മറ്റൊരു 4 ലെഗുള്ള ആനിമലിനെ കാണുമ്പം ആ കുട്ടി എന്ത് ചെയ്യും, അതിനെയും ഡോഗി എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി ഉള്ളൊരു സ്കീമ, ഓൾറെഡി ഉള്ള ഇൻഫോർമേഷൻ്റെ ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, 4 കാലുള്ള അവരുടെ പെറ്റ് ഡോഗിനെ ഡോഗി എന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു 4 കാലുള്ള ഡോഗിനെ കാണുമ്പോൾ അതും ഡോഗി എന്നായി മാറുന്നു എന്നുള്ളത് കുട്ടി ചിന്തിക്കുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് അക്കമഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അക്കമഡേഷൻ എന്താണെന്നുള്ളത് നോക്കാം. മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ് ഓർ ക്രിയേറ്റിംഗ് ന്യൂ വൺസ് ടു ഫിറ്റ് ഇൻ ടു ന്യൂ ഇൻഫോർമേഷൻ. ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ള സ്കീമാസിനെ തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ടോ ആണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു ഇൻഫോർമേഷൻ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമുക്കൊരു ആനിമേഷൻ വെച്ചിട്ട് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ഗേൾ ചൈൽഡ് ഇതുപോലെ നമ്മുടെ പെറ്റ് ഡോഗിനെ 4 ലെഗുള്ള പെറ്റ് ഡോഗിനെ ഡോഗി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഡോഗിനെ കണ്ടപ്പം 4 ലെഗുള്ള മറ്റൊരു ഡോഗിനെ കണ്ടപ്പോഴും ഡോഗി എന്ന് വിളിച്ചു. നമുക്കവിടെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം പിന്നീട് ഈ കുട്ടി ഒരു കൗവിനെ കാണുകയാണ്, അതായത് മറ്റൊരു 4 ലെഗുള്ള ഒരു ആനിമലിനെ കാണുകയാണ്. അപ്പോഴും കുട്ടി 4 കാലുള്ളത് കൊണ്ട് തന്നെ അതിനെയും എന്ത് വിളിക്കുകയാണ്, ഡോഗി എന്ന് വിളിക്കുകയാണ്. സോ ഇവിടെ ആ കുട്ടീനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടിയുടെ മദർ കറക്റ്റ് ചെയ്യാണ്, ഇത് ഡോഗി അല്ല കൗവാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ആ ഒരു ഇൻഫോർമേഷന് കുട്ടി തിരുത്തുകയാണ്. അതായത് എല്ലാ 4 കാലുള്ള ആനിമൽസും എന്തല്ല, ഡോഗി അല്ല എന്നുള്ളത് കുട്ടി തിരുത്തി മറ്റൊരു ഇൻഫോർമേഷൻ അവിടെ പഠിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ല. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫോർമേഷൻ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു ഇൻഫോർമേഷൻ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ അസിമിലേഷനിലൂടെയും അക്കമഡേഷനിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ, വേൾഡിനെ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു കുട്ടി ഒരേപോലെയുള്ള സംഗതികളൊക്കെ ഒന്ന് തന്നെയാണ്, ഡോഗി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പിന്നീട് എന്ത് സംഭവിക്കും, അതിന് വിപരീതമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വരുമ്പോൾ അവിടെ അതിന് കുറച്ച് ചേഞ്ചസ് വരുത്തി അക്കമഡേറ്റ് ചെയ്ത് പുതിയൊരു ഇൻഫോർമേഷൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൂടെ അസിമുലേഷനിലൂടെയും അക്കമഡേഷനിലൂടെയും ഒരു കുട്ടി കടന്നു പോയിക്കൊണ്ട് ഓരോ കോഗ്നിറ്റീവ് സ്റ്റേജസ് കയറിക്കൊണ്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. ആ ബാലൻസിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്കൊരു ഗ്രാഫ് നോക്കാം ഇതൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അസിമുലേഷൻ ആദ്യം നമ്മൾ ഒരു ഇൻഫോർമേഷൻ പഠിക്കുന്നു, അതായത് എല്ലാ 4 കാലുള്ള ആനിമൽസും ഒന്ന് തന്നെയാണ്, ഒരേ പേരിട്ട് വിളിക്കുന്നു. അതിൻ്റെ ശേഷം അവിടെ ഒരു ഇക്വിലിബ്രിയം സംഭവിച്ചു അല്ലേ. അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ, അതായത് അവിടെ വിപരീതങ്ങളൊന്നും കണ്ടിട്ടില്ല, പഠിച്ചെടുത്തു. പിന്നീട് ഒരു പുതിയ സിറ്റുവേഷൻ കാണുന്നു, അതിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഉതകാത്ത ഒരു ഇൻഫോർമേഷൻ കാണുന്നു, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചു അല്ലേ, ഒരു ഡിസിക്വിലിബ്രിയം സംഭവിച്ചു, ബാലൻസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം അതൊരു പിന്നീട് ബാലൻസിങ് സ്റ്റേറ്റിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരണം, അതിനെയാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കുട്ടിയും ഓരോ ഇൻഫോർമേഷൻസ് പഠിച്ചെടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് 4 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിയാഷെ പറഞ്ഞിട്ടുള്ള സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേജസ് ആണ് പറയുന്നത്. ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു ബർത്ത് മന്തും ആ സ്റ്റേജിൽ എന്താണ് അച്ചീവ് ചെയ്യാനുള്ള ഗോള് അതാണ് നെക്സ്റ്റ് റോല് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്റ്റേജസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. താങ്ക്